ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ്ബെറ്റി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ, ഇപ്പോൾ സാധാരണ നമ്മൾ മുടി വളരാനായിട്ട് നമ്മൾ ഉള്ളിയൊക്കെ കാച്ചി വെളിച്ചെണ്ണ ഉപയോഗിക്കും അല്ലേ, ഞാനും ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈ സവാള ഉള്ളിയുടെ കൂട്ടത്തിൽ വെളുത്തുള്ളിയും കൂടെ ചേർത്താൽ ഡബിളായിട്ടുള്ള ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ഈ അടുത്ത ഒരു സമയത്ത് എനിക്കത് ഒരു കിട്ടിയിട്ടോ, മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഒത്തിരി പഠനങ്ങളും അതിനെക്കുറിച്ച് നടന്നപ്പോഴും ഇത് വളരെ കറക്റ്റാണെന്ന് ഡോക്ടേഴ്സിൻ്റെയും അഭിപ്രായമുണ്ടേ. എന്നാൽ നിങ്ങൾക്കായിട്ട് അതും ഞാനൊന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ വെളുത്തുള്ളിയും കൂടെ മിക്സ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് എണ്ണ കാച്ചാം, വെളിച്ചെണ്ണ കാച്ചാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ പോസ്റ്റ് കേട്ടോ. അപ്പോൾ ഈ സവാള ഉള്ളി കേട്ടോ, അപ്പോൾ ഉള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് സംശയമാവും, വലിയ സവാളയാണോ ചെറിയ ഉള്ളിയാണോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ വലിയ ഉള്ളി, അതായത് സവാളയാണ് നമുക്ക് വേണ്ടത്. അത് ഒരെണ്ണമാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഒരു അത്രയും വലുതൊന്നും വേണ്ട, ഒരു മീഡിയം സൈസായിട്ടുള്ള ഒരു സവാള വേണം. 10 അല്ലി വെളുത്തുള്ളി, അല്ലി എന്നല്ലേ എല്ലാവരും പറയുന്നത്, ഞങ്ങൾ പറയണത് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അത് ഓരോ അല്ലി എടുത്തിട്ട് ഒരു 10 അല്ലി വെളുത്തുള്ളിയും, പിന്നെ നമുക്ക് 250 മില്ലിഗ്രാം വെളിച്ചെണ്ണയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ വെളിച്ചെണ്ണ കാച്ചാൻ വേണ്ടത്. ഇതെങ്ങനെ കാച്ചുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ സവാള ഇട്ട് വെളിച്ചെണ്ണ കാച്ചുള്ളൂ, അതുപോലെ തന്നെ സവാളയുടെ തോലൊക്കെ പൊളിച്ച് കളഞ്ഞ് ചെറുതായിട്ട് അരിയുക. അതുപോലെ തന്നെ വെളുത്തുള്ളിയും അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് അതിനകത്തേക്ക് ഈ വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. അതിനകത്തേക്ക് ഈ വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ചൂടിൽ കേട്ടോ, ചെറിയതായിട്ട് സിമ്മ് ചെറുതായിട്ട് ഇട്ടിട്ട് അത് പതുക്കെ ചൂടായി അത് തിളച്ച് വരണ്ട. ഇങ്ങനെ ഒന്ന് ആവി കയറുമല്ലോ, നന്നായിട്ട് ആവി കയറുമല്ലോ. ആവി കയറുന്ന സമയത്ത് നമുക്കിത് ഇറക്കി വെക്കാം. അടുത്ത ദിവസം ഇത് അരിച്ചാൽ മതി. അടുത്ത ദിവസം ഇത് അരിച്ച് ഒരു കുപ്പിയിലാക്കി വെച്ചിരുന്നാൽ ഉള്ള ഗുണങ്ങളാണ് ഇനി ഞാൻ താഴെ പറയുന്നത് കേട്ടോ. ഇത് നമുക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഉപയോഗിക്കാം. മുടി കൊഴിയുന്നവർക്ക്, വട്ടം കൊഴിയുന്നവർക്ക്, അതുപോലെ മുടി വളരുന്നില്ല, മുടിയുടെ തുമ്പ് പൊട്ടുന്നു, മുടിക്ക് ആരോഗ്യമില്ല, കളറില്ല, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ നമുക്ക് ഈ ഹെയറിനെ സംബന്ധിച്ചുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും ഇത് നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കി വെച്ച് ഉപയോഗിക്കാവുന്ന ഒരു എണ്ണയാണ്. ഇനി ഇത് ഓരോന്നിൻ്റെയും ഗുണങ്ങൾ, ഞാനിത് ഓൾറെഡി സവാളയുടെയൊക്കെ ഗുണങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷേ എന്നെ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ സവാള എന്ന് പറയുമ്പോൾ അതിനകത്ത് നിറയെ സൾഫറാണ്. സൾഫറിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളാജനെ ബൂസ്റ്റ് ചെയ്യുന്നതിനും, അതോടൊപ്പം കെരാറ്റിൻ ഫോം ചെയ്യുന്നതിനും, മുടി ഇഴകളെ സ്ട്രെങ്തൻ ചെയ്യുന്നതിനും കേട്ടോ, നല്ല ബലമുള്ള മുടിയിഴകൾ കിട്ടുന്നതിനും നല്ലതാണ്. അപ്പോൾ ഈ കെരാറ്റിൻ ഫോം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുടി കെരാറ്റിൻ നിർമ്മിതമാണല്ലോ. അപ്പോൾ ഏറ്റവും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് സവാള. ഇതിലടങ്ങിയിരിക്കുന്ന സൾഫറാണ് അതിൻ്റെ ഗുണം ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസായ വൈറ്റമിൻ സി, ഫ്ലാവനോയിഡ്സിൻ്റെ ഒക്കെ ഗുണം മുടിവേരിഴകൾ മുടിവേരിഴകൾക്ക് ആരോഗ്യം കിട്ടുന്നതിനും, അതോടൊപ്പം തന്നെ നമ്മുടെ കോശങ്ങളിലുണ്ടാകുന്ന ഡാമേജസ് മാറുന്നതിനും, മുടി കൊഴിച്ചൽ മാറുന്നതിനും എല്ലാത്തിലും ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സിയും ഫ്ലാവനോയിഡ്സും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ്, ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻഫെക്ഷൻ മൂലം, അതുപോലെ ഇൻഫ്ലമേഷൻ മൂലം ഒക്കെ മുടി കൊഴിച്ചൽ, അതുപോലെ മുടി ഇച്ചിങ്, താരൻ, അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഇതെല്ലാം ഇല്ലാതിരിക്കാൻ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ സ്കാൾപ്പ്, തലയോട്ടി നല്ല ആരോഗ്യമുള്ളതാവാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു ഗുണം, ബ്ലഡ് സർക്കുലേഷൻ കൂടും കേട്ടോ. ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ ഓക്സിജൻ ഫ്ലോ കൂടും. ഓക്സിജൻ ഫ്ലോ കൂടുമ്പോഴുള്ള ഗുണം നമ്മുടെ സ്കാൾപ്പിലേക്ക് പോഷണങ്ങൾ എത്തുന്നതിന് ഇത് ഹെൽപ്പ് ചെയ്യും. പോഷണങ്ങൾ എത്തിക്കഴിയുമ്പോഴുള്ള ഗുണം, മുടി നല്ല ആരോഗ്യത്തോടു കൂടി വളരുന്നതിനും, മുടി കൊഴിച്ചിൽ മാറുന്നതിനും, മുടി തുമ്പ് പൊട്ടിപ്പോകാതിരിക്കുന്നതിനും എല്ലാത്തിനും ഇതിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതുകൊണ്ട് ഇത് ഗുണം ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിനാണ് നമ്മൾ ഇതിനകത്ത് സവാള ഇട്ടിരിക്കുന്നത്, വലിയ ഉള്ളി. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മളിതിൽ ചേർത്തിരിക്കുന്ന വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിയിലും എടുത്തു പറയാനുള്ളത് സെലേനിയമാണ്. സെലേനിയത്തിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെളുത്തുള്ളിയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് കേട്ടോ. സെലേനിയം മുടി അകാല നിര, അതായത് പ്രിമിച്ചർ ഗ്രേയിങ് തടയുന്നു.
അതോടൊപ്പം തന്നെ മുടിക്ക് ആരോഗ്യം തരുന്നു, സ്കാൾപ്പിന് ആരോഗ്യം കിട്ടുന്നു, അത് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നു. ഇങ്ങനെ ഒത്തിരി 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 ഗുണങ്ങൾ സെലേനിയം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് വെളുത്തുള്ളിക്കുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്നത് മെയിനായിട്ട് സൾഫറാണ്. സൾഫർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സൾഫറിൻ്റെ ഗുണങ്ങൾ നമ്മുടെ കെരാറ്റിൻ ഫോം ചെയ്യുന്നതിനും അതുപോലെ തന്നെ കോലാജനെ ബൂസ്റ്റ് ചെയ്യുന്നതിനും എല്ലാത്തിനും സൾഫർ ഹെൽപ്പാണ്. പിന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സി കോളേജൻ ബൂസ്റ്റ് ചെയ്യും, അതോടൊപ്പം തന്നെ മുടി വളരുന്നതിനും മുടിയുടെ തുമ്പ് പൊട്ടുന്നത് ഒക്കെ തടയുന്നതിന് വൈറ്റമിൻ സി ഗുണകരമാണ്. പിന്നെ ആൻറ്റി മൈക്രോബയലാണ്, ആൻറ്റി ഫംഗലാണ്, ആൻറ്റി ബാക്ടീരിയലാണ്. അപ്പോൾ സ്കാൾപ്പിലുണ്ടാവുന്ന താരൻ, ഇച്ചിങ്, അത് സെലേനിയം നല്ലതാണ് കേട്ടോ, ഈ താരൻ പോകാനൊക്കെ. അപ്പോൾ സ്കാൾപ്പിലുണ്ടാവുന്ന പിന്നെ ശിരോചർമ്മത്തിലുണ്ടാകുന്ന പലവിധമായ ബാക്ടീരിയ ഫംഗൽ ഒക്കെ മൂലം ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസും ഇച്ചിങ്ങും പിന്നെ താരനും അങ്ങനെ ഒത്തിരി ഒത്തിരി സ്കാൾപ്പിലെ പ്രശ്നങ്ങൾ മാറുന്നതിന് ഇത് ഗുണം ചെയ്യും. ഓക്കെ, ഇതോടൊപ്പം തന്നെ വെളുത്തുള്ളി പിന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിനും നല്ലതാണ് കേട്ടോ. ഇനി ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എണ്ണ ഉണ്ടാക്കിയല്ലേ, വെളുത്തുള്ളിയും സവാളയും വെളിച്ചെണ്ണയും കൂടെ നമ്മൾ ഓൾറെഡി ഒരു എണ്ണ ഉണ്ടാക്കി. ഇനി നമുക്ക് ഈ വെളുത്തുള്ളി തന്നെ ഇട്ടിട്ടും എണ്ണ ഉണ്ടാക്കാം കേട്ടോ. വെളുത്തുള്ളി തന്നെ പിന്നെ നമുക്കൊരു 100 മില്ലി ലിറ്റർ വെളിച്ചെണ്ണ എടുക്കുക. അതിലേക്ക് അത് ആർക്കാന്നോ വല്ലാണ്ട് മുടി കൊഴിയുക, അതുപോലെ വട്ടം മുടി കൊഴിയുക, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുള്ളവർക്ക് വെളിച്ചെണ്ണ തന്നെ നമുക്ക് എണ്ണ കാച്ചാം. ഒരു 100 മില്ലി ലിറ്റർ എടുക്കുക, 5 അല്ലി വെളുത്തുള്ളി അതിലേക്ക് ചതച്ചിടുക. എന്നിട്ട് ചെറിയ തീയിൽ സിമ്മിൽ ഇട്ടിട്ട് നമുക്കതൊന്ന് ചൂടാക്കി ആവി കയറുമ്പോൾ നല്ലതായിട്ട് ആവി പുറത്തേക്ക് വരുമ്പോൾ ഇതിറക്കി തിളയ്ക്കണ്ടെന്ന് അർത്ഥം കേട്ടോ. ഡബിൾ ബോയിൽ സിസ്റ്റം ചെയ്യുമെങ്കിൽ നല്ലതാണ്. ഇത് നമുക്ക് എടുത്ത് വെച്ച് അടുത്ത ദിവസം ഇത് അരിച്ച് കുപ്പിയിലാക്കി വെളുത്തുള്ളി തന്നെയുള്ള എണ്ണയും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ എണ്ണ ഉണ്ടാക്കാൻ നേരമില്ലെങ്കിൽ 2 വെളുത്തുള്ളി തലേന്ന് ചതച്ച് അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് അവിടെ വെച്ചിരുന്നാൽ മതി. പിറ്റേന്ന് നമുക്ക് കുളിക്കാൻ നേരത്തെ അപ്ലൈ ചെയ്യാം. പിന്നെ വെളുത്തുള്ളി തേനും കൂടെ നല്ലതാണ് കേട്ടോ, ചതച്ച് തേനും കൂടെ. അപ്പോൾ ചിലവർക്ക് സംശയമാണ് തേനിട്ട മുടി നരയ്ക്കുമെന്നൊക്കെ, അതുകൊണ്ട് ഞാനത് പറയാഞ്ഞത്. വെളുത്തുള്ളി ചതച്ച് നീരെടുത്ത് അതിലേക്ക് 1 സ്പൂൺ വെളുത്തുള്ളി നീരും 1 സ്പൂൺ തേനും, ഇച്ചിരി നീറ്റലുണ്ടാവും കേട്ടോ, അത് കൊണ്ടാണ് ഞാനത് പറയാഞ്ഞത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ പോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് എങ്ങനെയാണെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക. ഞാൻ ഇച്ചിരി വൈകിയാണ് ഈ പ്രാവശ്യം വന്നത്, കൊച്ചുമക്കളൊക്കെ ഓണായിട്ട് വന്നിരുന്നു, അതിൻ്റെ ഒരു തിരക്കിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ട് ഓണാഘോഷിച്ചെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യണേ എല്ലാവരും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.